ഞാനും നിങ്ങളും മിക്ക ആളുകളും പെടാറില്ല. ഏതാ അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? അല്ലാഹനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാരാ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് പടച്ചവനെ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാ. എന്നാൽ നമസ്കരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇഖ്ലാസ് ഇല്ലാതെ നമസ്കരിക്കുന്നവരാരാ? തഖ്വയില്ലാതെ നമസ്കരിക്കുന്നവരാരാ? പടച്ചവനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാരാ? പാടില്ല. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ അല്ലാഹനെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവരാണ് ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലാ, ജന്നാത്തുൽ ഫിർദൗസിലാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണവരാരാ? അവർക്കാണ് നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ജുമാ ഇല്ലേ ഉസ്താദേ? ഇവിടെ ജുമാ ഇല്ലേ? ഇവിടെ ജുമാ ഉണ്ട്. ഞാൻ പറയാ, നമ്മുടെ പള്ളിയിൽ ചില ആളുകൾ എന്ത് ചെയ്യും? കടന്നു വരും. പള്ളിയിൽ ചില ആളുകൾ കടന്നു വരും, നിസ്കരിക്കുന്നവരാ, പക്ഷേ അള്ളാനെ പേടിയൊന്നുമില്ല. ഖത്തീബ് ഉസ്താദ് കാണട്ടെ, ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച വായി ചലച്ച് ഉസ്താദിന്റെ നാവിലെ വെള്ളം പറ്റി. ഇനി എങ്ങനെയെങ്കിലും പള്ളി കയറാമെന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ പള്ളിയിൽ കയറുന്ന ചില ആളുകൾ. പാടില്ല. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണവരാരാ? ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി നിസ്കരിക്കണവരാരാ? അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കബൂലാക്കണേ, അല്ലാഹ് റാഹത്തിലാക്കണേ, അല്ലാഹ്. അല്ല, നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നതിൽ പലതരം ആളുകളുണ്ടാവും. ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ആളുകളുണ്ടാവും. എങ്ങനെയാപ്പാ? നമ്മുടെ ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? പുറകിൽ വരും. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ സുബൈ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ സുബൈക്കൊക്കെ ഉസ്താദ്മാർ ചിലപ്പോൾ എന്ത് ചെയ്യും? വലിയ സൂറത്തുകൾ ഓതും. അപ്പൊ ഇതൊരു കടപ്പുറം ആയതുകൊണ്ട് ചെറിയ സൂറത്തായിരിക്കും ഓതുന്നത്. ഉസ്താദ് എല്ലാവർക്കും മീൻ പിടിക്കാൻ പോകണമല്ലോ, അപ്പൊ രാവിലെ വള്ളത്തിൽ പോകണമെന്ന് ചിലപ്പോൾ ചെറിയ സൂറത്തായിരിക്കും ഓതനെ. എന്നാൽ ഇശാന്റെ സമയത്ത് ഉസ്താദ് എന്ത് ചെയ്യും? വലിയ സൂറത്ത് ഓതും. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ ആയത്തുകൾ ഓതുമ്പോൾ ചില ചങ്ങാതിമാരിങ്ങനെ വാച്ച് നോക്കും, എന്താ പടച്ചവനെ തീരാത്തെ സമയമായല്ലോ റബ്ബേ, വള്ളക്കാര് പോകാനായല്ലോ റബ്ബേ, മീൻ കൊണ്ടുവരുന്ന സമയമായല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലോക്ക് നോക്കി നിസ്കരിക്കണം ചില ആളുകളുണ്ട്. പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമ്പോൾ ആ ചിന്ത വരുന്നത്, റഹ്മാനെ, ഞാൻ ഊരിയിട്ടിരിക്കുന്ന അഡിഡാസിന്റെ ഷൂ പുറത്ത് കിടക്കുക, ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്ന് ചിന്ത വരണത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തില. ചില താത്തന്മാര് വെറൈറ്റിയാ. കാരണം എന്തേ? നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുമ്പോൾ ആ താത്താക്ക് ചിന്ത വരണത് ഉച്ചയ്ക്ക് ളുഹർ നിസ്കാരം നടക്കുക, അല്ലാഹുവേ ഫ്രിഡ്ജിന്റെ അകത്ത് ആവോലിയുണ്ട്, മത്തിയുണ്ട്, അയിലുണ്ട്, ഇന്ന് ഏത് കറി ഞാൻ എൻ്റെ മച്ചാക്ക് വെച്ചു കൊടുക്കുമെന്ന് തീരുമാനിക്കണത് നിസ്കാരത്തിൽ സുജൂദ് കിടക്കുമ്പോൾ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. പാടില്ല. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ, അള്ളാഹുവിന്റെ കരുണ ലഭിക്കാൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണവരാരാ? അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മുടെ നാട്ടില് അറ്റാക്ക് രോഗങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ? നെഞ്ചുവേദന വന്നിട്ട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ നെഞ്ചുവേദന കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും മന്തി കുറക്കണമെന്ന് പറയും. എന്താ പറയണേ? എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വയനാട്ടിൽ, ഇസ്മായിൽ എന്നാ പേര്. ഓന് ഭയങ്കര തടിയാ. അങ്ങനെ ഒരു ദിവസം ഓനിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് അള്ളാഹു അവനെ പൊക്കിയെടുത്തുകൊണ്ട് കൽപ്പറ്റ ആശുപത്രി കൊണ്ട് നമ്മൾ ഡോക്ടർമാർ പറയാ, ഇത് ഓന്റെ കയ്യിലിരിപ്പുണ്ട. എന്താ പറയണേ? ഇത് ഓന്റെ കയ്യിലിരിപ്പുണ്ട. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്താ പ്രശ്നം? എന്താ? ഇവൻ നല്ലപോലെ ആടും മട്ടനും ബീഫും ഒക്കെ നല്ലപോലെ അടിച്ചു കയറ്റുന്നുണ്ട്. ഇതിന്റെ കൊഴുപ്പ് വന്ന് ഇവന്റെ ശരീരത്തിൽ നിറഞ്ഞിരുന്നിട്ട് ഇവൻ അതിന്റെ ബ്ലോക്കാന്ന് പറയാ. അപ്പൊ ഞാൻ പറയാ, നമ്മുടെ നാട്ടിൽ അറ്റാക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ? വൈറസുകൾ കൂടുന്നത് പോലെ അറ്റാക്കുകൾ കൂടിക്കൊണ്ടിരിക്കുക, നെഞ്ചുവേദന കൂടിക്കൊണ്ടിരിക്കുക. ഈ നെഞ്ചുവേദന വരാൻ പല കാരണങ്ങളുണ്ടാകും. ബ്ലോക്ക് ഉണ്ടാകാം, ഹോൾ ഉണ്ടാകാം, എന്തും ഉണ്ടാകാം. പല കാരണങ്ങളും ഈ നെഞ്ചുവേദനയ്ക്ക് ഉണ്ടാകാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്തിട്ട് അള്ളാന്റെ മുമ്പിൽ നമ്മൾ നെഞ്ചുവേദന എടുത്ത് കരഞ്ഞിട്ടുണ്ടോ?
നമുക്കൊക്കെ ഇറച്ചി കഴിച്ച് ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ നെഞ്ചുവേദന വരും. പ്രസംഗിച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ നെഞ്ചുവേദന എടുക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റുകളെ ഓർത്തിട്ട് ഇന്ന് വരെയെങ്കിലും അള്ളാന്റെ മുമ്പിൽ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു നെഞ്ചുവേദന വന്നിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾ രാവിലെ സുബഹിക്ക് എണീച്ചു, വൈകിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മൾ മുസല്ലയിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് കിബിലയ്ക്ക് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, അല്ലാഹുവേ ഞാൻ ഇന്ന് എത്ര നന്മ ചെയ്തു റഹ്മാനെ, ഇന്ന് എത്ര തിന്മകൾ ചെയ്തു റഹ്മാനെ എന്ന് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഒരു ദിവസം ആലോചിച്ച് നോക്കണം. നമ്മൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നമുക്ക് ഇന്നേ വരെ, നമ്മൾ ചെയ്ത ഹറാമുകളുടെ കാരണം കൊണ്ട് ഇന്നേ വരെ നമ്മുടെ നെഞ്ചിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു തരി വേദനയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തേ? നമുക്കിപ്പോഴും അള്ളാനെ പേടിയില്ല. നമുക്കിപ്പോഴും അള്ളാനെ പേടിയില്ല. അബൂബക്കർ തങ്ങളോട് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, അബൂബക്കർ തങ്ങളെ, എനിക്ക് അള്ളാനെ പേടി വരണം, എന്താ ചെയ്യണ്ടേ? എന്താ പറഞ്ഞേ? എനിക്ക് അള്ളാഹുവിനെ പേടി വരണം, എന്താ ചെയ്യണ്ടേ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നീ പള്ളിക്കാട്ടിലേക്ക് പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യാൻ. എന്താ പറഞ്ഞേ? നീ ഖബറിലേക്കൊന്ന് പോയിട്ട് നിന്റെ കുടുംബാദികളുടെ ഖബറിന്റെ ചാരെ പോയിട്ട് നീ ഒന്ന് ഒറ്റയ്ക്ക് സിയാറത്ത് ചെയ്താൽ നിനക്ക് അള്ളാഹുവിനെ പേടി വരുമെന്ന് അബൂബക്കർ തങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അള്ളാനെ പേടിയുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ കുടുംബാദികൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറടക്കാൻ വേണ്ടി പള്ളിയിൽ പോകും. ഖബറടക്കാൻ പള്ളിയിൽ പോകും. ഖബറടക്കിയതിന് ശേഷം ഈ ഖബറടക്കണ സമയത്ത് ഉസ്താദ് ദുആ ചെയ്യുക, അള്ളാഹു ഈ ഖബറാളിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ സമയത്ത് നമുക്ക് നോട്ടെവിടാ? അവിടെ ഇരിക്കണ പഴത്തിലും ബിസ്ക്കറ്റിലും ചായയിലേക്കും വെള്ളത്തിലേക്കാ. നമുക്ക് ആ സമയത്ത് ഖബറിന്റെ അത്ഭുതങ്ങളെ പേടിയുണ്ടോ? ഇല്ല. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഈമാൻ ഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, മരണം ഏത് സമയത്തുണ്ടാകാം. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു ഹൈന്ദവ സഹോദരി ഉണ്ട്. ഒരു അമ്മുമ്മ, പ്രായമുള്ള അമ്മുമ്മ. എന്നെ വിളിക്കണം കൊച്ചുമലയാളി എന്നാ വിളിക്കണം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ വിളിക്കണം കൊച്ചുമലയാളി എന്നാ വിളിക്കണം. അവരുടെ മാനസിക നില എന്താ? ചെറുതായിട്ട് ഇങ്ങനെ തെറ്റിയിരിക്കുക. അവ ഇടക്കിടക്ക് ഇംഗ്ലീഷൊക്കെ പറയും. എനിക്ക് മിനിസ്റ്ററിനെ കാണണം, എനിക്ക് പ്രൈം മിനിസ്റ്ററിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഞ്ചാവ് അടിച്ചവർ ഇംഗ്ലീഷ് പറയണത് പോലെ ഈ വയസ്സായ അമ്മ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് പറയും. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണേ. ഇന്ന് രാവിലെ എൻ്റെ ഉമ്മ വിളിച്ചിട്ട് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു, ആഷിക്കേ എടാ, ഇന്ന് രാവിലെ ഇംഗ്ലീഷും തെറിവിളിയൊന്നും അവിടെ നിന്ന് കേട്ടില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ അമ്മ മരിച്ചു കിടക്കുക. നോക്കി നിങ്ങൾ, മരിച്ചു കിടക്കുക. എത്ര മക്കളുണ്ടെന്നറിയോ? ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല, ഒരാൾ പോലും തിരിഞ്ഞു നോക്കണില്ല. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു, നെഞ്ചുവേദന വരാൻ പല കാരണങ്ങളാ. ഇന്ന് വരെ നമ്മൾ ചെയ്ത തിന്മകളെ ഓർത്തിട്ട്, നമ്മൾ ചെയ്ത ഹറാമുകളെ ഓർത്തിട്ട് ഇന്ന് വരെ നമുക്കൊരു നെഞ്ചുവേദന, ഒരു ചെറിയ സൂചി കുത്തണ വേദന എനിക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം, കേട്ടോ. ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉമർ തങ്ങളുടെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ 5 വക്തിനും കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാകും 5 വക്ത് നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാർ. ഇപ്പൊ ചില പള്ളിയിലൊക്കെ സുബൈക്ക് കൃത്യമായി വരുന്ന മക്കൾക്ക് സൈക്കിൾ കൊടുക്കുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ബോട്ടൊക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ്. സൈക്കിള് കൊടുക്കണ പള്ളി കമ്മിറ്റിക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും നമുക്ക് സ്കൂൾ ബാഗ് കൊടുക്കണ കമ്മിറ്റിക്കാരുണ്ട്. നല്ലതാ. 5 വക്ത് അവർ കൃത്യമായിട്ട് പള്ളിയിൽ വന്നാൽ, സുബഹിക്ക് കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ വന്നാൽ എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആ മക്കൾക്ക് കൊടുക്കണം. നല്ലതാ. കാരണം എന്തേ? അവർക്ക് ആ നിസ്കാരത്തിലേക്ക് എന്ത് ചെയ്യും? ഒരാവേശം വരും. നിങ്ങൾ പറയും, ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ല, ഇനി ഞങ്ങൾ സൈക്കിളും ബാഗും കൊടുക്കേണ്ട അവസ്ഥയാണ് ഉസ്താദെ. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഉമർ തങ്ങളുടെ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ 5 വക്തിനും ഉമർ തങ്ങളുടെ പുറകിലുണ്ടാകും. 5 വക്ത് ഉമർ തങ്ങളുടെ പുറകിലുണ്ടാകും. അള്ളാഹുവേ, 5 വക്തിന് ഉമർ തങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു വരുന്നൊരു ചെറുപ്പക്കാരനാ. ഒരിക്കലാ ചെറുപ്പക്കാരനുണ്ടല്ലോ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നു വരുമ്പോ ഒരിടവഴിയിലൂടെ കടന്നു പോകുകയാ. ഇടവഴിയിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വെളിച്ചമില്ല, കൂരിരുട്ട ഇടവഴികളിലൂടെ കടന്നു വരുമ്പോ ഒരു പെണ്ണതാ ഈ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കുകയാ. ചെറുപ്പക്കാരൻ കരയുകയാ, എന്നെയൊന്ന് വെറുതെ വിടുമോ, എന്നെയൊന്ന് വെറുതെ വിടുമോ? ആ പെണ്ണതാ പറയുകയാ, ഇല്ല ഇല്ല, നീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ, നീയുമായി രതിമൂർച്ചയിൽ ഏർപ്പെടാതെ നിന്നെ ഞാൻ വെറുതെ വിടൂല എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരനതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇന്ന് വരെ ഒരു പെണ്ണിനെ പോലും നോക്കിയിട്ടില്ല, പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊട്ടിട്ടില്ല, എന്നെയൊന്ന് വെറുതെ വിടുമോ, എന്നെയൊന്ന് വെറുതെ വിടുമോ? ആ പെണ്ണതാ പറയുകയാ, സമ്മതമല്ല, അനുവാദമല്ല. ആ ചെറുപ്പക്കാരനതാ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, എന്നെയൊന്ന് രക്ഷിക്കണേ അല്ലോ, എന്നെയൊന്ന്
ഒന്ന് സഹായിക്കണേ അല്ലോ, എന്നെ ഈ പെണ്ണിന്റെ കരങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ ബോധമുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ നഷ്ടപ്പെടുത്തുകയാ. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ ബോധം കെട്ടുകൊണ്ട് താഴത്തേക്ക് വീഴുകയാ. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് കരഞ്ഞിട്ട് പറഞ്ഞു, പെണ്ണേ എന്നെ ഒന്ന് നീ വിടണം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഞാനൊരു പെണ്ണിനെ പോലും എന്റെ കൈകൾ കൊണ്ട് എന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ടുമില്ല, തൊട്ടിട്ടുമില്ല, എന്നെ ഒന്ന് വിടണം. ഈ പെണ്ണ് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചിട്ട് നിങ്ങൾ ഈ കടപ്പുറത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് കരണ്ട് പോയി. ഒരു പെണ്ണ് വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളാണെങ്കിൽ ആ പെണ്ണ് രണ്ടാമത്തെ ദിവസം പെറും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ എന്താ, അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് പറഞ്ഞു, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനെ പോലും തൊട്ടിട്ടില്ല, റഹ്മാനെ എന്നെ നീ കാത്ത് രക്ഷിക്കണേ അല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഈ ചെറുപ്പക്കാരന്റെ ബോധം എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ അവിടെ ഇട്ടിട്ട് ആ പെണ്ണ് ദൂരത്തേക്ക് ഓടി മറഞ്ഞു. ഈ ചെറുപ്പക്കാരന്റെ നാട്ടുകാർ ഇത് കണ്ടു. ഈ ചെറുപ്പക്കാരനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അല്ലാഹുവേ, പ്രിയപ്പെട്ട പിതാവ് കടന്നു വരികയാ. എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് എന്റെ പ്രിയമുള്ളവര് വെള്ളമുണ്ടല്ലോ ഒഴിക്കുകയാ. ഈ ചെറുപ്പക്കാരന് ബോധം വരികയാ, എണ്ണീച്ചുകൊണ്ട് കരയുകയാ. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാ, എന്നോട് പൊറുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുമ്പോ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എന്താണ് മോനെ, നീ എന്തിനാ കരയണേ, എന്തിനാ സങ്കടപ്പെടണേ, നീ എന്ത് തെറ്റാ ചെയ്തേ? ആ ചെറുപ്പക്കാരൻ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ ഇങ്ങനെ നിസ്കരിച്ചിട്ട് വരുമ്പോ ഒരു പെണ്ണ് എന്നെ കെട്ടിപ്പിടിച്ചു വാപ്പാ, ഞാനും തെറ്റുകാരനല്ലേ, ഈ പെണ്ണിനെ ഞാൻ തിരിച്ചു കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഈ പെണ്ണ് എന്റെ ശരീരത്തിലേക്ക് തൊട്ടില്ല വാപ്പാ, ഞാൻ തെറ്റുകാരനല്ലേ വാപ്പാ എന്ന് ആര് പറഞ്ഞു? ഈ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു, മോനെ, ആ പെണ്ണാണ് നിന്നെ വന്ന് കെട്ടിപ്പിടിച്ചത്, നീ ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ടില്ല, നീ തെറ്റുകാരനല്ല. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയാ, ചെറുപ്പക്കാരൻ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാ. അവസാനം വാപ്പ ചോദിച്ചു, മോനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വാപ്പയോട് പറഞ്ഞു, വാപ്പാ, നമ്മുടെ പള്ളിയുടെ കാളിയാരാകുന്ന പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് ഇതിന്റെ മസലയൊന്ന് ചോദിക്കണം. എനിക്ക് പറ്റി ഈ തെറ്റിനെ പറ്റി ഉമർ തങ്ങളോട് ചോദിക്കണം. ഉമർ തങ്ങൾ ഞാൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാ. ഉമർ തങ്ങൾ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാ. ഉമർ തങ്ങൾ ഞാനെങ്ങാനും തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല വാപ്പാ. അങ്ങനെ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ആര് കടന്നു ചെന്നു? ഈ പ്രിയപ്പെട്ട പിതാവ് കടന്നു ചെന്നു. എന്നിട്ട് ഉമർ തങ്ങളോട് ചോദിച്ചു, ഉമർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്, അത് എന്താ ചെയ്യേണ്ടത്? ഉമർ തങ്ങൾ ചോദിച്ചു, എപ്പോഴും ഈ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാൻ പറഞ്ഞ ചെറുപ്പക്കാരനാണോ? വാപ്പ് പറഞ്ഞു, അതെ. അല്ലെ, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വന്ന് എപ്പോഴും നിസ്കരിക്കാൻ നിൽക്കണ ചെറുപ്പക്കാരെ ഉസ്താദിനെ അറിയാൻ പറ്റൂലേ? അറിയാൻ പറ്റും. റമദാനിന് മാത്രം പള്ളി കയറുന്നവൻ ഉസ്താദിനെ അറിയാൻ പറ്റുമോ? പറ്റൂല. ഞാൻ പള്ളിയുടെ പേരൊന്നും പറയണില്ല. ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട്, ചോറുള്ളപ്പം മാത്രം വരും. പള്ളിയിൽ ചോറുള്ളപ്പം മാത്രം വരും. അങ്ങനെ നബിദിനത്തിന്റെ തലേ ദിവസം പള്ളിയിൽ ചോറ് വെക്കുക. പഠിച്ചവനെ, ഞാൻ എന്ത് ചെയ്തു, എന്റെ റൂമിന്റെ ഡോർ ഇങ്ങനെ തുറന്നിട്ടിട്ട് പള്ളിയുടെ സെക്രട്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, എന്റെ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ചോറ് കഴിക്കാൻ വരുന്ന ചില ചങ്ങാതിമാരുണ്ട്, ഓരുടെ പേരൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഉസ്താദേ? ഞാൻ പറഞ്ഞു, നിസ്കരിക്കാൻ എന്തായാലും ഒരു വരത്തില്ല, എനിക്ക് ഒരെ പരിചയപ്പെടാൻ പറ്റൂല. ചോറ് മേടിക്കണ ദിവസമെങ്കിലും ഒരു പള്ളിയിൽ വരുമല്ലോ, അങ്ങനെയെങ്കിലും എനിക്ക് പരിചയപ്പെടാൻ. അല്ലെ, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ കൃത്യമായി 5 വക്കത്തിന് നിസ്കരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാര് അല്ലെ, അവരിങ്ങനെ റോഡിലൂടെ നടന്നു പോകും. ഉസ്താദ് ചിലപ്പോൾ ഓരോട് എന്ത് ചെയ്യും, അന്വേഷണങ്ങളൊക്കെ ചോദിക്കും. ചില ചെറുപ്പക്കാർക്ക് പരാതിയാ, ഉസ്താദ് എന്ത് ചെയ്യണില്ല, ഞങ്ങളെ നോക്കണില്ല. കാരണം എന്തേ, നമുക്ക് ഉസ്താദുമായിട്ട് ബന്ധമില്ല, നമ്മൾ പള്ളിയിൽ പോണില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാം, 5 വക്കത്തിനും പള്ളിയിൽ കയറണം. ഇപ്പോ നിങ്ങളൊക്കെ പലരും മത്സ്യബന്ധനത്തിന് പോണവരാ, ചിലപ്പോ ചെറുപ്പത്തിൽ തന്നെ മത്സ്യബന്ധനത്തിന് പോണവരാ. നിങ്ങൾ എത്ര കടലിലാണെങ്കിലും അതിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ കഴിയണം.
നിസ്കരിക്കാൻ കഴിയണം, അതിൽ പ്രതിഫലം കൂടുതലാ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്റെ പുറകിൽ എപ്പോഴും വന്ന് നിസ്കരിക്കണ ചെറുപ്പക്കാരനാണോ? വാപ്പ പറഞ്ഞു, അതെ. ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇവരിങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് ഇവനെ കയറി പിടിച്ചു. ഉമർ തങ്ങൾ ചോദിച്ചു, ഇവരാ പെണ്ണിനെ കെട്ടിപ്പിടിച്ചോ? ഉമർ തങ്ങളോട് വാപ്പ പറഞ്ഞു, ഇല്ല. ഉമർ തങ്ങൾ മസാല പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ തെറ്റുകാരനല്ല, ആ പെണ്ണാണ് തെറ്റുകാരി, ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. വാപ്പാക്ക് സന്തോഷമായി. പടച്ചവനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോ ഉമർ തങ്ങളുടെ ചാരത്ത് നിന്ന് പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് തെറ്റുകാരനല്ല, തെറ്റ് ചെയ്തവനല്ല, തിന്മ ചെയ്തവനല്ല, വ്യഭിചരിച്ചവനല്ല, ഹറാമ് ചെയ്തവനല്ല, പെണ്ണിനെ പിടിച്ചവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ പ്രിയപ്പെട്ട പിതാവാ വീട്ടിലേക്ക് നോക്കുമ്പോ അത്ഭുതപ്പെടുകയാ, കരയുകയാ. വീടിന്റെ അകത്താ പ്രിയപ്പെട്ട പിതാവിന്റെ പൊന്നുമോൻ ഏങ്ങലടിച്ചുകൊണ്ട് കരയുകയാ, ഏങ്ങലടിച്ചുകൊണ്ട് നിലവിളിക്കുകയാ. ആ പ്രിയപ്പെട്ട പൊന്നുമോന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരില് ഹൃദയം പൊട്ടിയെട്ടി ലോകത്ത് നിന്ന് വിട പറഞ്ഞെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ നാദാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, അള്ളാനെ ഭയന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, മോനേ അവനതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രിയപ്പെട്ട പിതാവ് സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഈ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കണവരാരാ, അള്ളാനെ ഭയന്നുകൊണ്ട് ജീവിക്കണവരാരാ, അവർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് പറയാ, നമ്മളൊരു സദഖ കൊടുത്താലും, നമ്മൾ നിസ്കരിച്ചാലും, നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താലും, എന്ത് നന്മകൾ ചെയ്താലും അതെല്ലാം അള്ളാഹുവിന്റെ കരുണ ലഭിക്കാൻ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയിലായാൽ തീർച്ചയായിട്ടും അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോൾ ഒന്നേതാ, വഅല് കേട്ടിട്ട് നന്നാകണവര്, നന്മ കേട്ടിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവര്, അവർ ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കും. രണ്ട്, ആരെങ്കിലും ഒരാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവർ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കും. മൂന്ന്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണവരാരാ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണവരാരാ, അള്ളാഹുവിന്റെ കരുണ ലഭിക്കാൻ ജീവിക്കണവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കും. നാല്, ആരാ? ഇപ്പൊ ഇവിടെ നേരത്തെ ഒരു ബക്കറ്റ് സഹോദരിമാരുടെ മുമ്പിലൂടെ കടന്നുപോയി, പോയി. അതിലേക്ക് ഒരു രൂപയെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, സദഖ കൊടുക്കുന്നവരാരാ, പാവങ്ങളെ സഹായിക്കുന്നവരാരാ, യതീമിങ്ങളെ സഹായിക്കുന്നവരാരാ, വിധവകളെ സഹായിക്കുന്നവരാരാ, അത്താണികളായി കഴിഞ്ഞാൽ, ആ പാവപ്പെട്ടവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ അത്താണികളായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാ, നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയണം. ഇനിയിപ്പോൾ റമളാൻ വരുമ്പോൾ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കുറച്ച് ആളുകൾ ചുവപ്പ് മുസല്ലേക്ക് വിരിച്ചിട്ട് ഇങ്ങനെ വരും, ചുവപ്പ് ഷാളൊക്കെ വിരിച്ചിട്ട് വരും. ഞാൻ പറയാ, നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഒരു രൂപ പോലും ഇല്ലെങ്കിലും നമ്മൾ ഒരിക്കലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടിപ്പായിക്കാൻ പാടില്ല. ഇപ്പോ നമ്മൾ ട്രെയിനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് കൈ നീട്ടുന്ന ചില ആളുകളുണ്ട്, അല്ലെ? ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ചില ആളുകൾ കൈ നീട്ടും, ചില ആളുകൾ പൈസ കൊടുക്കും, ചില ആളുകൾ ഇതിറ്റിങ്ങൾ പിരിക്കാൻ വേണ്ടി ട്രെയിനിലോട്ട് കയറുമ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്യും, ഉറങ്ങിക്കളയും. ഇവൻ എന്ത് ചെയ്യും, ട്രെയിനിന്റെ ബോഗി കൂടെ ഒരാൾ ഇങ്ങനെ പിരിക്കാൻ വേണ്ടി കയറുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവൻ ഇങ്ങനെ ഉറങ്ങിക്കളയും. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് ഇവിടുത്തെ കമ്മിറ്റിക്കാരായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരിക, എന്തിനാ വരണേ? റസീറ്റ് കുറ്റിയായിട്ടാ വരണേ. അപ്പോഴാ വീടിന്റെ അകത്തിരിക്കണ കാക്ക കാണുന്ന, പടച്ചോനെ ഉസ്താദും പരിവാരങ്ങളും കൂടി പിരിവിന് വരുന്നുണ്ട്. ഭാര്യയോട് പറയും, അമിന ഉസ്താദ് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. എന്താ പറയണേ?
ഉസ്താദ് വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. കാരണം എന്തേ, ഉസ്താദ് വന്ന ഊറ്റിക്കൊണ്ടേ പോകൂ പള്ളിക്കെന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് കള്ളം പറഞ്ഞിട്ട് ഏൽപ്പിക്കണം ചില ഭർത്താക്കന്മാർ. അല്ലാഹു കാത്തിരിക്കട്ടെ. ആയിരങ്ങൾ കൊടുക്കണമെന്നില്ല, ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല, കോടികൾ കൊടുക്കണമെന്നില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരു രൂപയെങ്കിലും അൽഹംദുലില്ലാ നമ്മുടെ ദീനിനു വേണ്ടി കൊടുത്താൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. അല്ലാഹുവേ സ്വീകരിക്കണ റഹ്മാനെ, കബൂലാക്കണ റഹ്മാനെ. ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളും ഒക്കെ ലോകത്തിന്റെ പ്രവാചകന്റെ സമുദായമാണ്. നമ്മളൊക്കെ ലോകത്തിന്റെ പ്രവാചകനെ കണ്ടുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിതം അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് ജീവിക്കണവരാ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് എന്ത് ചോദിച്ചാലും അള്ളാന്റെ റസൂൽ കൊടുക്കാതിരുന്നിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആര് വന്ന് എന്ത് ചോദിച്ചാലും അള്ളാന്റെ റസൂൽ കൊടുക്കാതിരുന്നിട്ടില്ല. കാരണം എന്ത്, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ഇപ്പൊ ഇവിടെ ഒരു ബക്കറ്റ് വരിക, എന്നോട് വന്നിട്ട് പൈസ ചോദിക്കുക, ഞാൻ എൻ്റെ പോക്കറ്റ് പോകുമ്പോൾ പേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ആരുടെങ്കിലും മേടിച്ചു കൊടുക്കാൻ നിൽക്കില്ല. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ആരെന്ത് ചോദിച്ചാലും അള്ളാന്റെ റസൂൽ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്നവന് കൊടുക്കും. കാരണം എന്തേ, അള്ളാന്റെ റസൂല് ലോകത്തിന്റെ പ്രവാചകരാ. അള്ളാന്റെ റസൂല് ലോകത്തിന്റെ ഹബീബാ. ഒരിക്കലതാ ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു യാചകനുണ്ടല്ലോ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാ, ദാരിദ്ര്യമാ, സങ്കടമാ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണം തരുമോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള്, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവിയതാ പറയുകയാ, ദാരിദ്ര്യമാ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ലോകത്തിന്റെ പ്രവാചകനതാ കൈവിടുന്നില്ല. അള്ളാന്റെ റസൂല് യാചകന്റെ കൈകളിലേക്ക് പിടിക്കുകയോ ദൂരത്തുള്ളൊരു വീട് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ടതാ പറയുകയാ, ഇതെന്റെ ഫാത്തിമയുടെ വീടാ, ഇതെന്റെ പൊന്നുമോളുടെ വീടാ. അവിടെ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമയുണ്ടല്ലോ കഴിക്കാൻ ഭക്ഷണം തരുന്നതാ, കുടിക്കാൻ വെള്ളം തരുന്നതാ, കഴിക്കാൻ പഴങ്ങൾ തരുന്നതാ. ഫാത്തിമയുടെ ചാരത്തേക്ക് യാചകനുണ്ടല്ലോ പടച്ചവനെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമയതാ കടന്നു വരികയാ. ഫാത്തിമയോട് സലാം പറയുകയാ, ഫാത്തിമയോട് യാചകം പറയുകയാ. റസൂലുള്ള പറഞ്ഞു വിട്ടതാ, ഹബീബ് പറഞ്ഞു വിട്ടതാ, കഴിക്കാൻ ഭക്ഷണം തരുമോ, ഭക്ഷണം തരുമോ, ദാരിദ്ര്യം മാറ്റുമോ? ഫാത്തിമയതാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ പാത്രങ്ങൾ പരതുകയാ, പടച്ചവനെ പാത്രങ്ങൾ തപ്പുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. ദാരിദ്ര്യമാ, സങ്കടമാ, വേദനയാ. ഫാത്തിമയുടെ പ്രിയമുള്ളവരെ കരയുകയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെന്റെ പ്രിയമുള്ളവരെ, ഒരു കമ്പിളി പുതപ്പുണ്ടല്ലോ പുതച്ചുകൊണ്ട് കിടക്കുകയാ. ആ പുതപ്പതാ എടുക്കുകയാ, യാചകന്റെ കൈകളിലേക്ക് ആ പുതപ്പ് കൊടുക്കുമ്പോ യാചകനുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് പറയുകയാ, പുതപ്പ് വേണ്ട, ഭക്ഷണം തരുമോ, വിശപ്പ് മാറ്റുമോ? പടച്ചവനെ ഫാത്തിമ ബീവിയുണ്ടല്ലോ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവനെ സുജൂദിൽ കിടക്കുകയാ. അള്ളാനോട് ദുആ ചെയ്യുകയാ. അല്ലാ, ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞിട്ട് എന്റെ വീടിന്റെ മുമ്പിലേക്ക് ഒരു യാചകനുണ്ടല്ലോ കടന്നു വന്നു. അല്ലോ, കൊടുക്കാൻ നിവർത്തിയില്ല അല്ലോ, ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ല അല്ലോ, പരീക്ഷിക്കല്ല അല്ലോ, സാധുവാണ് അല്ലോ. ഫാത്തിമയതാ ദുആ ചെയ്യുമ്പോ ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടല്ലോ ദ്വാരധാരയായി കടന്നു വരികയാ. ഭൂമിയിലേക്ക് പതിക്കുമ്പോ ഒരശരീരികത കടന്നു വരികയാ. കരകല്ല ഫാത്തിമ, നൊമ്പരപ്പെടല്ല ഫാത്തിമ, സങ്കടപ്പെടല്ല ഫാത്തിമ, വ്യസനിക്കല്ല ഫാത്തിമോ, കണ്ണ് തുടക്കണേ ഫാത്തിമോ, എണ്ണീക്കടേ ഫാത്തിമോ. വസ്ത്രങ്ങളെല്ലാം
ശേഖരിച്ചിരിക്കുന്ന ഒരലമാരയുണ്ടല്ലോ, അലമാരയുടെ ചാരത്ത് ചെന്നുകൊണ്ട് പരതി കഴിഞ്ഞാൽ ഒരു സമ്മാനമുണ്ടല്ലോ ലഭിക്കുന്നതോ. ഫാത്തിമയതാ കണ്ണു തുടക്കുകയാ, പടച്ചവനെ എണ്ണീക്കുകയാ, പടച്ചവനെ അലമാരയുടെ ചാരത്തേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കടന്നു ചെല്ലുകയാ. വസ്ത്രങ്ങൾ ഇങ്ങനെ പരതി നോക്കുമ്പോ ഒരു പൊതിയുണ്ടല്ലോ കൈകളിലേക്ക് തടയുകയാ. ആ പൊതിയുണ്ടല്ലോ തുറന്നു നോക്കുകയാ, അതിലൊരു സമ്മാനം ഇങ്ങനെ ഇരിക്കുകയാ. എന്നറിയോ, അതൊരു ആഭരണമോ, അതൊരു മാലയാ. അതിലേക്ക് ഫാത്തിമ ബീവി ചുംബനം കൊടുക്കുകയാ, യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. ഫാത്തിമയതാ കരയുകയാ, ഏങ്ങലടിക്കുകയാ, യാചകന് സന്തോഷമാകുകയാ. ഇലാ ഹദ്റത്തി റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് യാചകനതാ കടന്നു ചെല്ലുമ്പോ റസൂലുള്ള യാചകനോട് ചോദിക്കുകയാ, ഫാത്തിമ ഭക്ഷണം തന്നോ, ഫാത്തിമ വെള്ളം തന്നോ, ഫാത്തിമ പഴങ്ങൾ തന്നോ, ഫാത്തിമ വിശപ്പ് മാറ്റിയോ? ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാ, ഇല്ല നബിയേ, ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല നബിയേ, ആഹാരം പോലും തന്നില്ല നബിയേ, പഴങ്ങൾ പോലും തന്നില്ല നബിയേ. ഫാത്തിമയതാ എനിക്കൊരു മാല തന്നു നബിയേ. ഈ മാല തരുമ്പോ കരഞ്ഞു നബിയേ. ലോകത്തിന്റെ പ്രവാചകനതാ ചോദിക്കുകയാ, ഫാത്തിമ തന്ന മാലയുണ്ടല്ലോ എന്നെ ഒന്ന് കാണിക്കുമോ? മാലയതാ റസൂലുള്ളാഹിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാ, കാണിക്കുകയാ. റസൂലുള്ളാഹി ആ മാലയിലേക്ക് ചുംബനം കൊടുക്കുകയാ. റസൂലുള്ളാഹിയുണ്ടല്ലോ ഈ മാല എന്റെ പ്രിയമുള്ളവരെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ടതാ കരയുകയാ, ഏങ്ങലടിക്കുകയാ, വിറങ്ങലിക്കുകയാ. സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ നൊമ്പരപ്പെടുന്നത്, എന്തിനാ വ്യസനിക്കുന്നത്? റസൂലുള്ളാഹി പറയുകയാ, ഈ മാല ആരുടെതെന്നറിയോ? ഭാര്യ മരിച്ചവരെ, ഭാര്യ മരിച്ചവരെ. അത് വല്ലാത്ത നഷ്ടമാ. കൈയുള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, കാലുള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, കൈയുള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, കണ്ണുള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, ചെവിയുള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, ശ്വാസമുള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല. കഴിഞ്ഞ ദിവസം കാസർഗോഡ് പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയമുള്ളവരെ വഅദിന് പോയപ്പോ ഒരു വീട്ടിൽ ഞാൻ കടന്നു ചെന്നു. ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്കാ കടന്നു ചെല്ലുന്നത്. മുഹമ്മദ് നബീർ എന്ന് പറയുന്ന പൊന്നുമോനാ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ ഒരു ചെറിയ പൊന്നുമോനാ. കണ്ടാല് 12 വയസ്സാ, കണ്ടാല് 15 വയസ്സാ. ഞാൻ ചോദിച്ചു, എത്ര വയസ്സാ നിനക്കുള്ളത്? ആ പൊന്നുമോൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാ, ഉസ്താദേ 24 വയസ്സാ, 24 വയസ്സാ. ആ പൊന്നുമോനൊരു അസുഖമാ. എന്തെന്നറിയോ ചെറുപ്പക്കാരാ? അല്ലാഹുവേ, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ 5 മിനിറ്റിൽ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, സർക്കാർ കൊടുത്ത മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം ഇങ്ങനെ വലിക്കുകയാ. അല്ലാഹുവേ, കരണ്ടെങ്ങാനം പോയാൽ 5 മിനിറ്റ് കൂടുതൽ ഈ പ്രിയപ്പെട്ട 24 വയസ്സുള്ള പൊന്നുമോന് ശ്വാസം ലഭിക്കാതെ മരിച്ചു പോകുന്നതാ. അല്ലാഹുവേ, കാത്തിരക്ഷിക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മാക്ക് രോഗമാ, അനിയനും രോഗമാ. ഞാൻ ചോദിച്ചു, ആരാ നോക്കുന്നത്? മുഹമ്മദ് നബീലിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ സഹോദരിയാ. എന്നോട് വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ, ഇനി വീട് മാത്രമാണ് ഉസ്താദേ വിൽക്കാൻ ബാക്കിയുള്ളത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ അസ്റായീലിന് വിട്ടുകൊടുക്കൂല. ഡോക്ടർമാര് വിധി എഴുതിയത് 1 കൊല്ലം മാത്രമേ ജീവിക്കുള്ളൂ എന്നാ. ഉസ്താദേ, 3 കൊല്ലമായി അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ നബീൽ എന്ന പൊന്നുമോനോട് ചോദിച്ചു, നിനക്ക് 5 മിനിറ്റ് കൂടുതൽ ജീവിക്കാൻ കഴിയൂലേ? ശ്വാസമെടുക്കാതെ ജീവിക്കാൻ കഴിയൂലേ? ആ പ്രിയപ്പെട്ട പൊന്നുമോന് കരഞ്ഞുകൊണ്ട് പറയാ, ഉസ്താദേ,
കരണ്ട് പോകുമ്പോ എനിക്ക് പേടിയാ ഉസ്താദേ, ഞാനെങ്ങാനും മരിച്ചു പോകുമോ? ഞാൻ ചോദിച്ചു, കരണ്ട് പോയാൽ എന്താ ചെയ്യുന്നത്? ഉസ്താദെ, ആയിരങ്ങൾ കൊടുത്തിട്ട് വലിയ വലിയ ഓക്സിജൻ സിലിണ്ടർ ഇങ്ങനെ മേടിച്ചു വെച്ചിരിക്കുകയാ. കരണ്ട് പോകുമ്പോ ഈ മാസ്ക് എടുത്തുകൊണ്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാ. ഞാൻ ചോദിച്ചു, ഇൻവെർട്ടർ ഇല്ലേ? കരണ്ട് പോയാൽ വീട്ടിൽ വർക്ക് ചെയ്യാൻ ഇൻവെർട്ടർ ഇല്ലേ? ആ പ്രിയപ്പെട്ട സഹോദരി കരണ്ട് കൊണ്ട് പറയുകയാ, ഉസ്താദേ പാവങ്ങളാ, ഉസ്താദേ ഭർത്താവ് എനിക്കില്ല, എന്റെ പ്രിയപ്പെട്ട ഒരു മകൻ ഗൾഫിലുണ്ട്, അവൻ അയച്ചു തരുന്ന പൈസ കൊണ്ട് ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഉള്ളതുപോലെ ജീവിക്കുകയാ. എന്നാ സാധുവായ സഹോദരി, എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ, ഇൻവെർട്ടർ വാങ്ങാൻ പൈസയില്ല, ഇൻവെർട്ടർ വാങ്ങാൻ പൈസയില്ല. അവസാനം ഞാന് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ഒരു സുഹൃത്തിനോട് പറയുമ്പോ, ആ സുഹൃത്ത് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞതാ, ഉസ്താദേ ഒരാളോടും നിങ്ങൾ എന്റെ പേര് പറയണ്ട, അവനിക്ക് ഞാൻ ഇൻവെർട്ടർ വാങ്ങിച്ചു കൊടുക്കാം ഉസ്താദേ. എന്നാ സാധുവായ സഹോദരന് വേണ്ടി ഒരു സഹോദരൻ ഓഫർ ചെയ്യുമ്പോ എന്തിനാ പറഞ്ഞത്? അല്ല തന്ന ആഫിയത്താ, അല്ല തന്ന ദീർഘായുസ, അല്ല തന്ന ആരോഗ്യമാ, അല്ല തന്ന ശ്വാസമാ. അതില്ലാതാകുമ്പോ അതിന്റെ വേദന നമുക്കറിയുന്നതാ. ഭാര്യ മരിച്ചു പോകുമ്പോ അതിന്റെ വേദന എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും അറിയാൻ കഴിയുന്നതാ. റസൂലുള്ള സങ്കടത്തോടെ പറയുകയാ, ഈ മാല ആരുടെ തന്നറിയോ? സഹാബത്ത് പറഞ്ഞു, അറിയില്ല നബിയേ. റസൂലുള്ള പറയുകയാ, ഇതെന്റെ പ്രാണനാകുന്ന ഖദീജയുടെ മാലയാ, ഇതെന്റെ ജീവനാകുന്ന ഖദീജയുടെ മാലയാ. ഭാര്യ മരിച്ചവരെ, ഭാര്യയുടെ ഓർമ്മകളിൽ ജീവിക്കുന്നവരെ, എന്നോട് എത്രയോ പേര് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളെ ബഹുമാനിച്ചില്ല, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുത്തില്ല. ഉസ്താദേ ഭാര്യ എന്തെല്ലാം ആഗ്രഹങ്ങൾ എന്നോട് ചോദിച്ചതാ, അവളെ ഞാൻ ആട്ടി ഉസ്താദ്, ഇടിച്ചു ഉസ്താദ്, തൊഴിച്ചു ഉസ്താദ്. ഭാര്യ മരിച്ചു പോകുമ്പോ അതെന്റെ ജീവിതത്തിൽ വല്ലാത്ത നഷ്ടമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർക്ക് പടച്ചവനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവിയുടെ മാലയാ. ഖദീജ ബീവി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ ഖദീജ ബീവി തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയോട് ഖദീജ ബീവി പറയുകയാ, ഫാത്തിമ, ഒരുപാട് സമ്പത്ത് എനിക്ക് അല്ലാഹ് തന്നല്ലോ, അത് മുഴുവനും ദീനിന് വേണ്ടി കൊടുത്തല്ലോ. ഇനി എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഈ മാല മാത്രമല്ലാതെ വേറെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന മാലയുണ്ടല്ലോ ഫാത്തിമ ബീവി കൂരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ പറഞ്ഞത്? അലിയാർ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരിക്കല് ഹസൻ ഹുസൈൻ തങ്ങള് പടച്ചവനെ കരയുകയാ, മുലപ്പാല് ലഭിക്കാതെ കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ഹസൻ ഹുസൈൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. റസൂലുള്ള ഫാത്തിമയെ വിളിക്കുകയാ, ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ, നീ എന്റെ പ്രിയപ്പെട്ട ഹസനും ഹുസൈനും ഉണ്ടല്ലോ, മുലപ്പാല് കൊടുക്കാത്തതെന്തേ, പാല് കൊടുക്കാത്തതെന്തേ? ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മക്കളാകുന്ന ഹസനും ഹുസൈനും കടന്നു വന്നിട്ട് എന്റെ മാറിൽ വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ മാറിൽ വന്ന് എന്റെ മക്കള് വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാല എന്റെ പ്രിയമുള്ളവരെ ഒരു യാചകന് വേണ്ടിയിട്ട് ഫാത്തിമ ബീവി ഊരിക്കൊടുത്തെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ, നാദാ, ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ അവരതാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ, ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ എഴുതി വെച്ചോ, അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനും കഴിയും, സ്വർഗത്തിലേക്ക് കടക്കാനും കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ
ആയിരങ്ങൾ കൊടുക്കണ്ടേ ഉസ്താദെ, ലക്ഷങ്ങൾ കൊടുക്കണ്ടേ ഉസ്താദെ? വേണ്ട, 1 രൂപയെങ്കിലും അൽഹംദുലില്ലാഹ് സദഖ കൊടുത്താൽ എഴുതി വെച്ചോ, നന്മയുടെ പ്രതിഫലത്തിന്റെ കാരണമായി നാളെ നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. അല്ലാഹുവേ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. അത് മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഈ 4 കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, എല്ലാവരും പഠിച്ചു. ഞാൻ പറയണത്, ഇന്നത്തെ രാത്രി എങ്ങാനും ആശിഖ് ദാരിമി മരിച്ചാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് മരിച്ചാൽ, നമ്മുടെ വീടിന്റെ അകത്ത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് കടലില് എൻ്റെ പ്രിയപ്പെട്ടവരെ മീൻ പിടിക്കാൻ പോയവരാ. തിരിച്ച് നമ്മൾ കഫം പുടവയിൽ പൊതിഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തിരിക്കണേ അല്ലാ. പടച്ചവനെ, മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് അല്ലാഹുവേ മരണപ്പെട്ട് വരേണ്ട ഒരു അവസ്ഥ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കൊടുക്കല്ലേ അല്ലാ. കാത്തിരിക്കണേ അല്ലാ, ആഹത്തിലാക്കണേ അല്ലാ. അത് ഞാൻ പറയുന്നത്, വല്ലാത്ത കഷ്ടപ്പാടാണ് നിങ്ങളുടെ ജീവിതം, വല്ലാത്ത കഷ്ടപ്പാടാ, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അദീക്ക എന്ന് പറയുന്ന ഉപ്പളയിൽ അദീക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വാളിന് പോയപ്പോൾ അന്ന് അവിടുത്തെ കുറച്ച് ആളുകളായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വെറുതെ ഒന്ന് കടലിൽ കറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി. പടച്ചവനെ, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ബോട്ട് അങ്ങോട്ട് ഓടുമ്പോൾ തന്നെ ബോട്ട് ഇങ്ങനെ ആടുക. എൻ്റെ കൂടെ വന്ന പിള്ളേരൊക്കെ ഞാൻ അവിടുത്തെ കടലിൽ തെറിച്ചു പോകുന്നത്. കാരണം എന്തേ, ഒരുത്തിന് അങ്ങോട്ട് പോകുന്നു, ഒരുത്തിന് ഇങ്ങോട്ട് ആടുന്നു, ഇങ്ങോട്ടൊക്കെ ആടുക. അപ്പോൾ ഞാൻ ആലോചിച്ചത്, റഹ്മാനെ, തിരിക്കൂടി ഉൾക്കടലിലോട്ട് പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്താ? ഇങ്ങനെ ആടിയും മറിഞ്ഞും തീനും ഒക്കെ എത്രയോ പേർക്ക് വള്ളങ്ങൾ നഷ്ടപ്പെടുന്നു, എത്രയോ പേർക്ക് സ്വന്തം വള്ളങ്ങൾ നഷ്ടപ്പെടുന്നു, എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അല്ലേ? ഇപ്പൊ ഞാൻ ചാലിയത്ത് പഠിക്കുമ്പോ അല്ലാഹുവേ, വർഷത്തിൽ എങ്ങനെ വന്നാലും 2-3 പേരാ കടലിൽ വീണ് മരിക്കണവരാ. വള്ളത്തിന് മീൻ പിടിക്കാൻ പോയിട്ട് കടലിൽ വീണ് മരിക്കണവർ. അല്ലാഹു നീ കാത്തിരിക്കണേ അല്ലാ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കടലിൽ മീൻ പിടിക്കാൻ പോയതൊരു സഹോദരൻ. അല്ലാഹുവേ, നങ്കൂരം ഇട്ടിട്ട് അവിടെ മീൻ പിടിക്കാൻ വേണ്ടി കിടന്നതാ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അറിഞ്ഞില്ല, വള്ളത്തിൽ നിന്ന് ബോധമില്ലാതെ ഉറങ്ങിയിട്ട് കടലിലേക്കാ വീണത്. രാവിലെ പ്രിയപ്പെട്ട കൂട്ടുകാരും സഹപ്രവർത്തകരും എണീച്ചു നോക്കുമ്പോൾ കൂടെയുള്ളവനെ കാണുന്നില്ല, ഒരാള് കുറവാ. പടച്ചവനെ, അങ്ങനെ കടല് മുഴുവനും അന്വേഷിക്കുമ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ ബോഡി എൻ്റെ പ്രിയപ്പെട്ടവരെ പരപ്പനങ്ങാടി കടപ്പുറത്ത് വന്ന് അടിഞ്ഞു. അത്രയേ ഉള്ളൂ. മീൻ പിടിക്കാൻ പോയതാ, തിരിച്ച് ചിലപ്പോൾ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കാട്ടിലേക്കായിരിക്കും വരണത്. അല്ലാഹു നീ കാത്തിരിക്കണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദന എടുക്കണത് എപ്പോഴാ? നബിതങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദന എടുക്കണത് എപ്പോഴാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു മയ്യത്തിനെ സന്തൂക്കിലേറ്റേറ്റിയിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ ഈ റിഫായ പള്ളിയുടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ രാത്രി ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ, നമ്മുടെ മയ്യത്ത് നാളെ രാവിലെ എന്ത് ചെയ്യും? നമ്മുടെ സന്തൂക്കിലേക്ക് കയറ്റി കഴിയുമ്പോ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ എടുക്കണ സമയത്ത് നമ്മുടെ ഭാര്യ നിലവിളിക്കും, എൻ്റെ ഇക്കാക്ക് അവസാനമായി എനിക്കൊരു മുത്തം കൊടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് കരയും, എൻ്റെ വാപ്പിച്ചാനെ കണ്ടു കൊതി തീർന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കരയും, എൻ്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ, എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോകല്ലേ, അവനിക്ക് അവസാനമായിട്ട് ഞാനൊരു മുത്തം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മയ്യത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ എടുക്കും. ആ സമയത്ത് ഒരു മയ്യത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മയ്യത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ റിഫായ പള്ളിയിൽ വെക്കും. ഇന്ന് വരെ പള്ളി കാണാത്തവനെ പോലും പള്ളിക്കകത്തേക്ക് കയറ്റും. ഉസ്താദ് എണീച്ച് എന്നിട്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു കൊടുക്കും. ആ മയ്യത്തിന്റെ ചാര വന്നിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് നിസ്കരിക്കും, അല്ലെ പള്ളിയിൽ ഉസ്താദ് വന്ന് നിസ്കരിക്കും. നിസ്കരിച്ചതിന് ശേഷം നമ്മുടെ മയ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവെക്കും. അതുകൊണ്ടാ തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറം കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ട് ഖബറിന്റെ അകത്ത് വെക്കും. ഞാൻ നിങ്ങൾ സന്തോഷിക്കും, അല്ലാ
ഖബറിന്റെ അകത്ത് നല്ല പ്രകാശമുണ്ട്, ദുനിയാവിന്റെ വെളിച്ചമുണ്ട്. പക്ഷേ ആ ഖബറിന്റെ മുകളിൽ കൊണ്ടുവന്ന് മൂടുപലക വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ പ്രകാശങ്ങളെല്ലാം, ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടും. ആ സമയത്ത് ഈ പലകയുടെ ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ ചെറിയ ചെറിയ പ്രകാശങ്ങൾ ഇങ്ങനെ കടന്നു വരും. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പറയും, എന്റെ വാപ്പാന്റെ ഖബറിലേക്ക് മണ്ണ് വീഴുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മക്കൾ ചെന്നിട്ട് പച്ചിലകളും പുല്ലുകളും എടുത്തിട്ട് ഈ വിടവുകളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർ എടുത്തു വെക്കും, മണ്ണിങ്ങനെ വാരിയിടും. അള്ളാഹുവെ ഖബർ വെട്ടിക്ക് സന്തോഷമാകും. അള്ളാഹുവെ 2 മരങ്ങൾ കൊണ്ട് സൈഡിൽ വെക്കും, മീസാങ്കിൽ വെക്കും. ഉസ്താദ് വന്ന് തൽക്കീനോതും, ഉസ്താദ് വന്ന് ദുആ ചെയ്യും. എല്ലാവരും പിരിയും. കൂടിപ്പോയ ഒരു 2-3 മണിക്കൂറോ നമ്മുടെ മക്കളും കുടുംബാദികളും ആ മയ്യത്തിന്റെ ആ ഖബറിന്റെ ചാരെ വന്നിട്ട് നമുക്ക് വേണ്ടി ഖുർആൻ ഓതും. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ ഖബറിൽ ആരാളെ? എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ ഖബറിൽ ആരാളെ? ഇപ്പൊ ഓക്കി ദുരന്തം സംഭവിച്ചു അല്ലേ? ഓക്കി ദുരന്തം സംഭവിച്ചു. ഇവിടെ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടോ? ഇല്ല, ഇല്ല. അള്ളാഹുവെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. നമ്മുടെ കോഴിക്കോട് ആലപ്പുഴ ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഷഹീദായി പോയി. അള്ളാഹു നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ. ഞാൻ പറയണത്, നമ്മളെ കൊണ്ട് ആ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൽ ആരാ കൂട്ടുള്ളേ? നമ്മൾ ചങ്കായിട്ട് കൊണ്ടുവരണം നമ്മുടെ കൂട്ടുകാരെ കൂടെ ഉണ്ടാവുമോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരനാരാ? നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരനാരാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യഥാർത്ഥ സുഹൃത്താരാ? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഖബറിന്റെ ചാര വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനായിരിക്കണം നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ. ഇന്ന് നമ്മുടെ കൂട്ടുകാരെങ്ങനെ? ഹാൻഡ്സ് വെക്കാൻ നമ്മുടെ കൂട്ടുകാരുണ്ട്, കൂള് വെക്കാൻ നമ്മുടെ കൂട്ടുകാരുണ്ട്, സിഗരറ്റ് വലിക്കാൻ നമ്മുടെ കൂട്ടുകാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സിഗരറ്റ് വലിക്കണത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം? നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ സിഗരറ്റ് വലിക്കണത് ഒന്നെങ്കിൽ നമ്മുടെ വാപ്പാമാരെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ കണ്ടിട്ടായിരിക്കും, അല്ലേ? ഇപ്പോ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ ബിരിയാണി കൊണ്ട് ചെന്നാൽ നമ്മളൊക്കെ എന്താ ചെയ്യാറ്? ഇപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഉമ്മമാര് ബിരിയാണി വെച്ച് കൊടുത്തു. ഈ ബിരിയാണി നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് കൊണ്ടില്ല. ഉച്ചക്ക് ഇത് തുറക്കുമ്പോൾ ഈ ചങ്ങാതിക്ക് പേടിയാ, പടച്ചോനെ ആരെങ്കിലും ഒന്ന് എടുക്കോ റഹ്മാനെ, ഇതെനിക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ് മിക്ക മക്കൾക്കും. അങ്ങനെയാണ് അല്ലെ? എല്ലാവർക്കും അങ്ങനെ ചിന്ത. പക്ഷേ ഒരുത്തൻ കൂളുമായിട്ട് സ്കൂളിൽ ചെല്ല, ഹാൻഡ്സിന്റെ ബാക്കറ്റായിട്ട് സ്കൂളിൽ ചെല്ല, അവൻ എന്താ ചെയ്യാറ്? ആ ക്ലാസ്സിലുള്ള വലിക്കുന്നവന് സർവ്വതിനും എന്ത് ചെയ്യും? ഇത് കൊടുക്കും, എല്ലാത്തിനും പിഴപ്പിക്കും. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. എനിക്കറിയാം സ്വന്തം വാപ്പാനോട് ഒരു പഫ് വരുമെന്ന് നോക്കണം മക്കളെ, എനിക്കറിയാം. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒരു ദിവസം ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറുമ്പോൾ വണ്ടിയുടെ സൈഡിൽ എന്ത് കിടക്കുക? ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് കിടക്കുക. വണ്ടിയുടെ സൈഡിൽ സിഗരറ്റിന്റെ പാക്കറ്റ് കിടക്കുക. അത് നോക്കുമ്പോൾ ദുബൈ സാധന. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ വലിക്കോ? ഞാൻ വലിക്കൂല ഉസ്താദെ, എനിക്ക് വലിക്കാൻ അറിയില്ല ഉസ്താദെ. ഞാൻ പറഞ്ഞു, പിന്നെ ഇതാരാ വലിക്കണേ? ഇതെന്റെ ജ്യേഷ്ഠൻ വലിക്കും ഉസ്താദെ. എന്താ പറഞ്ഞേ? ഇതെന്റെ ജ്യേഷ്ഠൻ, എന്റെ ഇച്ച വലിക്കും ഉസ്താദെ. കാസർഗോഡുകാരനാ, എന്റെ ഇച്ച വലിക്കും ഉസ്താദെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ രാത്രിയില് ഇവനെ ഞാൻ വീണ്ടും കണ്ടപ്പോ ഇവൻ എന്റെ മുമ്പിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പറയുമ്പോൾ പടച്ചവനെ നമ്മൾ ബോധം കിട്ടുകയും, കാരണം എന്തേ അമ്മാതിരി മണം എന്റെ വായിന്ന് വരണ സിഗരറ്റിന്റെ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയണത്, സിഗരറ്റ് വലിക്കാൻ നമ്മളെ കൊണ്ടു നടന്ന കൂട്ടുകാരൻ, ഹാൻഡ്സ് വെക്കാൻ നമ്മളെ കൊണ്ടു നടന്ന കൂട്ടുകാരൻ, അല്ലെ? ഈ കൂള് വെക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടു നടന്ന കൂട്ടുകാരൻ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഇത് മാത്രമേ ഉള്ളൂ ഉസ്താദെ ലഹരി എന്ന് ചോദിക്കും. ഈ കൂള്, സിഗരറ്റ്, കഞ്ചാവ് ഇതൊക്കെ ഉള്ള ഉസ്താദെ ലഹരി എന്ന് ചോദിക്കും. അല്ല. ഇതിപ്പോ നമ്മുടെ മക്കളുണ്ട്, ചില മക്കളുണ്ട് സ്കൂളിൽ പോകും, എന്നിട്ട് ഈ ഫെവിക്കോളിന്റെ പശയുണ്ട്, ഞാൻ പഠിപ്പിച്ചതല്ലോ കേട്ടോ, ഫെവിക്കോളിന്റെ പശയുണ്ട്, ഇതൊരു കിറ്റിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ ഇട്ട് നിരടിയിട്ട് ഈ ചങ്ങാതിമാര് മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. എന്നിട്ട് കിക്കടിച്ച് നടക്കണ ചില ചെറുപ്പക്കാർ, അള്ളാഹു കാത്തിരിക്കട്ടെ, ഈമാ നൽകട്ടെ. ചില മക്കളുണ്ട് പെയിന്റിന്റെ പാട്ട തുറക്കും. ഇതപ്പ ചില മക്കൾ ചോദിക്കാം, ഉസ്താദ് ഇതൊക്കെ വലിച്ചിട്ടാ വരണമെന്ന് നയിക്കണേ. എന്നോട് ഒരാൾ പറഞ്ഞതാ, ചില മക്കൾ എന്ത് ചെയ്യും? ഈ പെയിന്റിന്റെ പാട്ട തുറക്കും. പെയിന്റിന്റെ പാട്ട തുറന്നിട്ട് ഇതിങ്ങനെ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് കിക്കടിച്ചിട്ട് ഇങ്ങനെ നടക്കണ ചില ആളുകൾ, അല്ലാഹു ഹീമ നൽകട്ടെ. ചില ആളുകളുണ്ട് പെട്രോൾ ടാങ്ക് തുറന്നിട്ട് ഈ പെട്രോളിന്റെ മണമുണ്ട്, ഈ പെട്രോളിന്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് തിക്കടിച്ച് നടക്കണ ചില ചെറുപ്പക്കാർ, അല്ലാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലേ? അല്ലാഹുവേ മാരകമാകുന്ന വിപത്തുകളെ തൊട്ട് അള്ളാഹുവിനെ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞത്, ഈ തെമ്മാടിത്തരത്തിനൊക്കെ കൂടെ നിന്ന് നിന്റെ കൂട്ടുകാർ ഖബറിൽ വരുവോ? വരൂല. മാതാപിതാക്കൾ ഖബറിൽ വരുവോ? ഇല്ല. വഅ്ള് പറഞ്ഞ ഞാൻ വരുവോ ഖബറിൽ? ഇല്ല. ഈ 3 കൊല്ലമായിട്ട് ഞാൻ വഅ്ള് പറഞ്ഞുണ്ടാക്കി എന്റെ കൂട്ടുകെട്ടും എന്റെ സ്നേഹനിധികളാകുന്ന സംഘാടകരെ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിൽ വന്ന് എന്റെ കൂടെ കിടക്കുവോ? ഉസ്താദ് കുറെ പിരിച്ചു തന്നല്ലേ, ഉസ്താദ് 2.5 മണിക്കൂർ വഅ്ള് പറഞ്ഞല്ലേ,
അതുകൊണ്ട് ഉസ്താദ് ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനും വരാന്നുണ്ട്. ശംസു വരുവോ? വരൂല. മൈക്ക് സെറ്റുകാർ വരുവോ? വരില്ല. ഇതിന്റെ കമ്മിറ്റിക്കാർ വരുവോ? വരില്ല. ആ ഖബറിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കണം. എല്ലാവരും പോകും. എന്നാൽ ആ ഖബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ, നമ്മൾ ആ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നമ്മുടെ ഖബറിൽ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും നിങ്ങളും അള്ളാഹിനോട് ചോദിക്കും, അല്ലാ എന്റെ ഖബറിൽ ഈ പ്രകാശം വരാനുള്ള കാരണം എന്താ അല്ലാ? ഞാൻ ഈ കോയിപ്പാടി കടപ്പുറത്ത് ഒരുപാട് തെറ്റ് ചെയ്തവനാ അല്ലാ, ഒരുപാട് തിന്മ ചെയ്തവനാ നാഥാ. എന്റെ ഖബറിലേക്ക് എന്റെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഈ പ്രകാശം വരാനുള്ള കാരണം എന്താ അല്ലാ എന്ന് അള്ളാഹിനോട് ചോദിക്കുമ്പോ അല്ല പറയും, എടാ ചങ്ങാതി, 1 രൂപയെങ്കിലും അൽഹംദുലില്ലാ നീ ആ പള്ളിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എടാ 1 രൂപയെങ്കിലും നീ പാവപ്പെട്ടവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ആ സദക്ക നാളെ നിന്റെ ഖബറിലേക്ക് വലത്തെ കൈയുടെ ഭാഗത്തു കൂടി പ്രകാശമായിട്ട് കടന്നു വരുമെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ ബക്കറ്റ് കടന്നു പോയപ്പോ പൈസ ഇട്ട് ഓരോ പാവപ്പെട്ട ഉമ്മമാർക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ. അവർക്ക്